അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, സാധാരണ ഒരു ചർച്ചയുടെ ആ ഒരു റൊട്ടേഷൻ രീതി ഞാനൊന്ന് മാറ്റി അങ്ങയിലേക്ക് എത്താൻ വൈകിയതിൽ ക്ഷമിക്കണം. പക്ഷേ ഷോൺ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് അങ്ങയോട് ചോദിക്കാവുന്നതാണെന്ന് ഞാൻ കരുതുന്നു. അതായത് ഷോൺ ജോർജ് എന്നൊരു വ്യക്തിക്ക് അങ്ങനെ വെറുതെ നേട്ടങ്ങളൊന്നും വരില്ല. അതുപോലെ പിണറായി വിജയന്റെ മകൾ വീണയിലേക്കും അങ്ങനെ വെറുതെ പിണറായി വിജയന്റെ മകൾ വീണ നടത്തുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് ഇത്ര വലിയ ഒരു കരാർ അങ്ങനെ വെറുതെ വന്നു ചേരില്ല. പക്ഷെ അപ്പോഴും എൻ്റെ പ്രധാനപ്പെട്ട സംശയം, ഒരു 2000 മുതൽക്കൊക്കെ തന്നെ CPM-ൽ ഈ ശശിധരൻ കർത്ത എന്ന് പറയുന്ന പേരൊരു ടെയിൻറ്റഡ് നെയിമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പലപ്പോഴും പാർട്ടി സമ്മേളനത്തിലടക്കം ഈ പേര് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതും വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഒക്കെ നമുക്കറിയാം. സ്വന്തം മകൾ ഇങ്ങനെ ഒരു ഇടപാട് നടത്തുമ്പോൾ, ഇപ്പോൾ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകളൊക്കെ പിണറായി വിജയൻ അറിയണോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ നേരത്തെ ഷോൺ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിറ്ററി ഒരാൾ അദ്ദേഹത്തിൻ്റെ പത്നി കമലയാണ്. പിണറായി വിജയന്റെ മകൾ എന്നത് തന്നെയാണ് വീണയുടെ ആദ്യത്തെ മേൽവിലാസം. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് പിണറായി വിജയൻ അത് തടയേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലേ? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ധാർമ്മിക ഉത്തരവാദിത്വമൊന്നും ഇല്ല തനിക്ക് എന്നാണ് ശ്രീ പിണറായി വിജയൻ കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിക്കുന്നവരെ മുഴുവൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും പാർട്ടിക്കാരും കൂടി ചീത്ത പറയുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനൊരു യുക്തിസഹമായ മറുപടി ഒരുപക്ഷെ കൂടെ നിൽക്കുന്നവർക്ക് പോലും ഈ അവസരത്തിൽ ഇത്രയൊക്കെ ഒരുപക്ഷെ കൂടെ നിന്ന് ഇത്രയൊക്കെ എത്തിയപ്പോൾ ഒരുപക്ഷെ അവർക്ക് പോലും തോന്നുന്ന സംശയങ്ങൾക്ക് ചെറുതായ ഒരു ഉത്തരം പോലും നൽകാൻ സാധ്യമാകുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഒന്ന് രാഷ്ട്രീയ പ്രശ്നമാണ് ഇതിൻ്റെ. അവിടെയാണ് ഇപ്പോൾ ശ്രീജ പറഞ്ഞ ധാർമ്മികത, ഇടതുപക്ഷ പാർട്ടികൾ പുലർത്തേണ്ട രാഷ്ട്രീയമായ സൂക്ഷ്മത, ഇടപാടുകളിലും തങ്ങളുടെ സാമ്പത്തിക വ്യവഹാരങ്ങളിലും പൊതുസമൂഹത്തിനു മുമ്പിൽ അവർ കാണിക്കേണ്ട തെളിമയും വ്യക്തതയും, ഇതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രശ്നം. അത് എല്ലാ പൊതുപ്രവർത്തകരും കാണിക്കേണ്ടതാണ്. പക്ഷേ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അത്തരത്തിൽ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തം കടമയുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതുകൂടി ഉൾപ്പെട്ടതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ പൊതുപ്രവർത്തകരെല്ലാം പുലർത്തേണ്ട ഒന്നാണ്. ഇത് പുലർത്തിയില്ല എന്ന് നമുക്ക് മുമ്പിൽ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പൊതുസമൂഹം എല്ലാവരെയും അങ്ങനെ തന്നെയാണ് വിചാരണ ചെയ്യുകയും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അപ്പോൾ അതാണ് അതിൽ രാഷ്ട്രീയ പ്രശ്നം. രണ്ടാമത്തേത് നിയമപരമായ പ്രശ്നമാണ്. നിയമപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും കേസെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. ഇതിലെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ രണ്ട് പ്രശ്നങ്ങളിലേക്കും വരാം. അത് EDയുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത എന്ന് പറയുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളിലെ ഒരു തടയായിട്ട്, ഇത്തരം പ്രശ്നങ്ങളിൽ ഉയർന്നു വരുന്നൊരു ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതെന്താണ്? അത് വളരെ ന്യായമായ ഒന്നാണ്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടത്തുന്ന ഇത്തരം അന്വേഷണ പരിശോധന പരമ്പരകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 95% പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കെതിരെയാണ്, BJPക്കെതിരെയല്ല. എന്ന് മാത്രമല്ല, ഇത്തരം പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കുമൊക്കെ ഇടയിൽ വെച്ച് ഈ പ്രതിപക്ഷ കക്ഷിയുടെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ MP-മാരോ MLA-മാരോ ആയിട്ടുള്ളവരൊക്കെ BJPയിലേക്ക് കൂറുമാറാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ BJPക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറായാൽ അന്നത്തോടുകൂടി അവർക്കെതിരായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രഫുൽ പട്ടേലിൻ്റെ കാര്യത്തിലായാലും ശരി, ആന്ധ്രയിൽ നിന്ന് മുൻ TDP MLA-മാരുടെ കാര്യത്തിലായാലും ശരി, ഇപ്പോൾ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, അസമിൻ്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഇവരെല്ലാം ഇത്തരത്തിൽ ഈ BJPയുടെ വാഷിംഗ് മെഷീനിൽ കൂടെ പോയിട്ട് BJPയിൽ തന്നെ നേതാക്കളായി മാറിയ കാര്യമാണ്. അപ്പോൾ ഇത് പറയേണ്ടതുണ്ട്. ഇത്തരം ഒരു അടിത്തറ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിലുള്ള നിയമപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇനി നിയമപരമായ പ്രശ്നം ഇതിവിടെ പറഞ്ഞുകൊണ്ട് വളരെ ഇനി ആവർത്തിക്കേണ്ടതില്ല എങ്കിൽ പോലും എന്താണ് ഇതിലെ നിയമപരമായ പ്രശ്നം? നിയമപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു സാമ്പത്തിക കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. ഒരു തെളിവ് കോടതിയിൽ ഈ ഒരു വിചാരണ ഘട്ടത്തിൽ വിശദമായ തെളിവുകളുടെയും സൂക്ഷ്മമായ വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കേണ്ട ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ഇത് കോടതിയിൽ വിട്ടുപോകുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇതിലെ പ്രാഥമികമായി നമുക്ക് കാണാവുന്നത് എന്താണ്? കമ്പനി നിയമങ്ങളുടെ ലംഘനം എന്ന് പറയുന്ന ഒന്നാണ് ഇവിടെ വളരെ വ്യക്തമായി നടന്നിട്ടുള്ളത്. CMRLന്റെ ഡയറക്ടറായിട്ടുള്ള ഈ ശശിധരൻ കർത്ത എന്ന് പറയുന്ന കക്ഷി അയാളുടെ മറ്റൊരു കമ്പനിയായ, അയാളുടെ കമ്പനിയായ CMRL പോലെയല്ല, അയാളുടെ കമ്പനിയായ
എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് തോന്നുന്നത്. ആ കമ്പനി ഈ വീണ വിജയൻ എന്ന് പറയുന്ന വീണ തൈക്കണ്ടി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ, ഈ വീണ വിജയൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആക്ഷേപിക്കാനൊന്നുമില്ല, ആളുകൾക്ക് മനസ്സിലാവുന്ന അങ്ങനെ ആയതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ വീണ വിജയന് 50 ലക്ഷം രൂപ 2 ഘട്ടങ്ങളിലായിട്ട് 25 ലക്ഷം രൂപയായിട്ട് ലോൺ കൊടുക്കുന്നു. ഒന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത്, പിണറായി പ്രതിപക്ഷ നേതാവായ സമയത്തും തൊട്ടു പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്തുമായിട്ടാണ് ഈ ലോൺ കൊടുക്കുന്നത്. ഈ ലോൺ കൊടുത്തതിൽ ആകെ 4 ലക്ഷം രൂപയാണ് ഈ വീണ തിരിച്ചടയ്ക്കുന്നത്. ലോണിൻ്റെ റീപേയ്മെൻ്റ് ആയിട്ട് വരുന്നത് 4 ലക്ഷം രൂപയാണ് അതുവരെ തിരിച്ചടയ്ക്കുന്നത്. ഈ ഡെറ്റ് അതിനുശേഷമാണ് CMRL ഇത്തരത്തിലുള്ള ഒരു കൺസൾട്ടൻസി സർവീസ്, ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെയൊക്കെ പല രീതിയിലായിട്ട് കൊടുത്തു എന്നും അതിൽ പ്രത്യേകിച്ച് സർവീസൊന്നും കൊടുത്തിട്ടില്ല എന്ന് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തുന്നതും അത്തരത്തിലുള്ള അതിൻ്റെ ഈ സെറ്റിൽ ബോർഡിൻ്റെ ഇതിൽ അവരുടെ വിധിയിലൊക്കെ ഓർഡറിലൊക്കെ വരുന്ന ഒരു കാര്യവും അതാണ്. അതിലെന്താണ്, ഈ 4 ലക്ഷം രൂപയ്ക്ക് പുറമെ ബാക്കി ആയിട്ടുള്ള ലോൺ തിരിച്ചടയ്ക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഡെറ്റ് സർവീസിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ് CMRL കൂടെ ഇത്തരത്തിലുള്ള ഒരു കരാർ, സാമ്പത്തികമായി വീണയ്ക്ക് പണമുണ്ടാക്കുന്ന ഒരു കരാർ കൊടുക്കുന്നത് എന്നാണ്. എന്തിനാണ് ഈ കരാർ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സേവനങ്ങളൊന്നും CMRL ചെയ്തു കൊടുക്കാത്തത്? CMRL സേവനം ചെയ്തു കൊടുക്കാനുള്ള ഉദ്ദേശത്തിലല്ല ആ കരാർ ഉണ്ടാക്കുന്നത്, മറിച്ച് CMRL നിന്നും ആ പണം വീണയ്ക്കെത്തുമ്പോൾ കർത്ത നേരത്തെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നും വീണയ്ക്ക് കൊടുത്ത പണം, കടം തിരിച്ചടവിനായിട്ട് ഈ പണം കൂടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിൽ നിയമലംഘന കമ്പനി ആക്ടിൻ്റെ ഇപ്പോൾ 447 അടക്കമുള്ള നിരവധിയായിട്ടുള്ള നിയമങ്ങളാണ് ഇതിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ലംഘിക്കപ്പെട്ടിരുന്നത്? ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടിയാണ്. ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി CMRL കർത്ത പറ്റിച്ചു എന്നുള്ളതാണ്. ആ പറ്റിക്കൽ പരിപാടിയിൽ പങ്കാളിയാണ് വീണ വിജയൻ. അങ്ങനെയാണ് ഇതൊരു ഒഫൻസായി മാറുന്നത്. ഇതൊരു പ്രെഡിക്കേറ്റ് ഒഫൻസാണ്, ഒരു ഷെഡ്യൂൾഡ് ഒഫൻസാണ്. എങ്ങനെ ഇത് പണം തട്ടിപ്പ് നിയമപ്രകാരം PMLAക്ക് ഇതിൽ കേസെടുക്കാൻ പറ്റുന്നത് ഈ പ്രെഡിക്കേറ്റ് ഒഫൻസ് വെച്ചിട്ടാണ്. കമ്പനി നിയമങ്ങളുടെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് അതിൽ നിന്നും സാമ്പത്തിക ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. ആരാണ് ഇതിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത്? CMRL പറ്റിച്ചുകൊണ്ട് മറ്റ് ഡയറക്ടർമാരോട്, തൻ്റെ കമ്പനിയോട് തനിക്ക് ഇതിലുള്ള വ്യക്തിപരമായ സാമ്പത്തികമായ താല്പര്യം പറയാതെ കമ്പനിയെ പറ്റിച്ചുകൊണ്ട് കർത്ത സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. ആ സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള കുറ്റകൃത്യത്തിൽ വീണ വിജയൻ പങ്കാളിയാകുന്നു. ഇതാണ് ഇതിൻ്റെ പ്രാഥമികമായ നിയമപരമായ തട്ടിപ്പ് ഇതിൽ നടക്കുന്നത്. ഇനിയാണ് ഇതിൽ രാഷ്ട്രീയ പ്രശ്നം വരുന്നത്. ഇത് കോടതിയിൽ എത്രത്തോളം തെളിയിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ കാണാം. അതാണ് നേരത്തെ പറഞ്ഞ പല ഘടകങ്ങളും അതിൽ ബാധകമാണ്. അന്വേഷണ ഏജൻസിയുടെ കഴിവ്, അതുപോലെ തന്നെ ഈ മണി ട്രെയിൽ എന്താണ്, അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന സേവനങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴും അതിലെന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതൊന്നുമില്ല. കേവലമായിട്ടുള്ള ഇമെയിൽ പോലും ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്കൊക്കെ ഈ പുറത്തു വരുന്ന. നേരത്തെ പറഞ്ഞത് ഇവിടെ ശരിയാണ്. ED അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള വിവരങ്ങളാണ് മീഡിയയ്ക്കും നമുക്കൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നമില്ലാതാകുന്നില്ല. ഇനി ഇതിലെ രാഷ്ട്രീയമായ പ്രശ്നമാണ് പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ. പിണറായി വിജയനുമായിട്ട് കർത്തയ്ക്ക് വേറെ അടുപ്പത്തിൻ്റെ കാര്യമൊന്നുമില്ല. അവർ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരോ അങ്ങനെ വൈകുന്നേരം കൂടിയിരുന്ന് തമാശ പറയുന്നവരോ ഒന്നുമില്ല. പിണറായി വിജയൻ ഒരു കേരളത്തിലെ ഏറ്റവും പവർഫുള്ളായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. കർത്തയാണെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നൊരു പതിവുള്ളതായിട്ട് നമുക്കൊക്കെ വ്യക്തമാകുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്നുള്ള OC, അതുപോലെ തന്നെ PV എന്നൊക്കെ പറയുന്ന കുറേ പേരുകൾ. ആ പേരുകളിലെ ബാക്കി പേരുകളുടെ ഫുൾ ഫോമൊക്കെ CPMകാർ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ PV എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനല്ല എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തിനാണ് വീണ വിജയന് ഇത്രയും വളരെ ദുർബലമായ ഈ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് എന്തിനാണ് ഇത്രയും ദുർബലമായ ഒരു സേവന കരാർ ഉണ്ടാക്കി കൊടുക്കുന്നത്? CMRL പോലെ കോടികളുടെ ഇടപാടുകൾ നടത്തുന്ന ഒരു കമ്പനിക്ക് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ചുകൂടി അനുഭവ പരിചയമുള്ള മറ്റേ ഈ മേഖലയിൽ പരിചയമുള്ള ഒരു കമ്പനിക്ക് കൊടുക്കാം. എന്തിനാണ് വീണ വിജയന് കൊടുക്കുന്നത്? വീണ വിജയൻ്റെ ഇതിനുള്ള എക്സ്പെർട്ടൈസ് എന്താണ്? അതാണ് ചോദ്യം. അപ്പോൾ വീണ വിജയന് പ്രത്യേകിച്ച് എക്സ്പെർട്ടൈസ് ഉണ്ടായിട്ടല്ല ഇത് കൊടുക്കുന്നത്, മറിച്ച് ഈ രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും സ്വാധീനിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ള കാരണം കൊണ്ടാണ് ഇത് കൊടുത്തത് എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണം
ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതുകൂടി അന്വേഷിക്കുന്നതിന് പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് അയാൾ കുറ്റവാളിയാണോ, അദ്ദേഹം കുറ്റവാളിയാണോ എന്നൊന്നുമല്ല. ഇതിലൊരു കാര്യം കൂടി പറയാം. ഇവിടേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയനോടുള്ള സ്വാധീനം കൊണ്ട് കൂടിയാണ് കൊടുത്തതെന്ന് പറയുന്നത്. വീണ വിജയൻ ഇത്തരത്തിൽ ഒരു കമ്പനിയുമായിട്ട് CMRL പോലുള്ള ഒരു കമ്പനിയുമായിട്ട് എക്സാലോജിക് എന്ന് പറയുന്ന അവരുടെ ഒരു കമ്പനി ഒരു ഇടപാട് നടത്തുമ്പോൾ പാലിക്കേണ്ട സൂക്ഷ്മതകളൊന്നും തന്നെ പാലിച്ചിട്ടില്ലല്ലോ. അതല്ലേ അവർക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയാത്തതും ഇമെയിലുകൾ പോലും നേരാവണ്ണം ഇല്ലാത്തതും. അതുകൊണ്ടാണ്. മറ്റൊന്നു കൂടിയുണ്ട്. ഇവിടേക്ക് എത്തുന്നത് ഈ എക്സാലോജിക് CMRL ഇടപാടിലേക്ക് എത്തുന്നതിന് മുമ്പ് പിണറായി വിജയൻ തൻ്റെ വീണ വിജയൻ്റെ അവരുടെ ഒരു പ്രോഗ്രഷൻ നോക്കുക. എങ്ങനെയാണ്? അവിടെയാണ് പിണറായി വിജയനിലൂടെ മാത്രമാണ് വീണ വിജയന്റെ എല്ലാ ഇടപാടുകളും എല്ലാ കമ്പനികളും ജീവിതവും നടന്നിട്ടുള്ളത്. ഒരു മകൾ എന്നുള്ള നിലയിൽ അവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല. അത് പക്ഷേ CPIM എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇരുന്നു കൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. 3 പോയിന്റുകൾ നമുക്കതിൽ കാണാൻ കഴിയും. ഈ ഒറാക്കിൾ എന്ന് പറയുന്ന ഒരു IT കമ്പനിയിലാണ് അവർ ജോലി ചെയ്തു തുടങ്ങിയത്. അപ്പോഴേക്കും RP ടെക് സോഫ്റ്റ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് രവി പിള്ള എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായിയുടെ ഒരു മലയാളിയായ പ്രവാസി വ്യവസായിയുടെ കമ്പനിയുടെ അതിന്റെ ചുമതലക്കാരിയായിട്ട് അവരെ നിയമിക്കുന്നു. 2004 മുതൽ 2010 വരെ മാത്രമാണ് ഒറാക്കിളിൽ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ പറ്റി നമുക്കൊക്കെ നമ്മുടെ ചുറ്റും ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് RP ടെക്കിന്റെ CEO ആകുന്നത്. അതൊന്നും സാധാരണഗതിയിൽ സാധ്യമല്ല. ഇനി ആയിക്കോട്ടെ, അങ്ങനെ ഇപ്പോൾ രവി പിള്ളയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ തോന്നട്ടെ, ഇങ്ങനെ ഒരാളെ ആക്കാം എന്ന് തോന്നട്ടെ. പക്ഷേ ആ തോന്നലിന് അടിസ്ഥാനമുണ്ട്. ആ തോന്നൽ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ് എന്നുള്ളതാണ് ആരോപണം. കോവളം കൊട്ടാരം രവി പിള്ളയ്ക്ക് വിട്ടുകിട്ടുന്ന പ്രശ്നങ്ങളിൽ അടക്കം സ്വീകരിച്ച നിലപാടും അതിൽ നിന്ന് VS സ്വീകരിച്ച നിലപാടും അന്ന് പാർട്ടി നേതൃത്വം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച നിലപാടും ഒക്കെ വീണ്ടും ചർച്ചയാകുന്ന ആ ഘട്ടത്തിലാണ്. പിണറായി വിജയന്റെ മകൾ മാത്രമല്ല, കോടിയേരിയുടെ മകനും RP ടെക്കിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന മറ്റൊരു വാസ്തവം. ശ്രീ പ്രേംകുമാറിലേക്ക് ഞാനൊന്ന് പോയിക്കോട്ടെ. അതെ അങ്ങനെയാണല്ലോ. ഒറ്റ മിനിറ്റ്. ഈ വിപ്ലവ പാർട്ടി നേതാക്കന്മാരുടെ മക്കളുടെയൊക്കെ ധർമ്മസങ്കടങ്ങൾ പരിഹരിക്കുന്നതിന് പ്രവാസി വ്യവസായികൾ കൂട്ടമായി എത്തുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നത്. ഇനി RP ടെക്കിൽ നിന്നും എക്സാലോജിക്കിൽ എത്തുമ്പോൾ അവിടെ രവി പിള്ളയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ കേരളത്തിലെ ഒരു ടൈൻറ്റഡ് വ്യവസായി എന്ന് ആരോപണം നേരിടുന്ന കർത്തയെത്തുന്നു. ശശിധരൻ കർത്ത 2 ഘട്ടങ്ങളിലായിട്ട് 50 ലക്ഷം രൂപ കൊടുക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇത്തരത്തിൽ? എന്ന് മാത്രമല്ല, ഇങ്ങനെ 50 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഏതാണ്ട് 2.25 കോടി രൂപയുടെ ഇത്തരത്തിലുള്ളൊരു കരാറൊക്കെ ഏർപ്പെട്ട് CMRL പോലുള്ള വലിയൊരു സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെട്ട ഈ കമ്പനി വളരെ പെട്ടെന്ന് ഡോർമന്റ് സ്റ്റാറ്റസിലേക്ക് പോകുന്നു. കമ്പനി പ്രവർത്തിക്കുന്നില്ല. ഇത്തരത്തിൽ എക്സ്പെർട്ടൈസുള്ള ഒരു കമ്പനിയാണെങ്കിൽ അത് തുടർന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിന് കോജന്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുകയോ വേണം. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കമ്പനി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിന് എൻ്റെ ഇഷ്ടം. ഇനി ഞാൻ ഈ കമ്പനി നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കും നിങ്ങളെ പിടിച്ച് ജയിലിടാനൊന്നും പറ്റില്ല. പക്ഷെ അതിനുള്ള കാരണങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. ഇതിന്റെ